Good afternoon, everyone. ഞാൻ ലിമിറ്റഡ് ടൈമാണ്, പ്ലസ് ടോപ്പിക് എപ്പോഴും കടലിനെ സംബന്ധിച്ചുള്ള ടോപ്പിക്സ് വളരെ വളരെ വിപുലമാണ്. ഇറ്റ്സ് വെരി 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 വാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ബ്രീഫായിട്ടുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള കുറച്ച് സത്യങ്ങൾ മാത്രം പറയാൻ 10 സ്ലൈഡ്സ് ഉള്ളൂ, എൻ്റെ ആകെ 10 സ്ലൈഡുള്ളൂ. അത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് വൺസ് ദി ഫണ്ടമെൻ്റൽസ് ആർ ക്ലിയർ, അടിസ്ഥാന സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഐ വിഷ്. ഞാൻ ബേസിക്കലി വൈപ്പിൻ ഐലൻഡിൽ നിന്നുള്ള ആളാണ്. CP ജോൺ സാറ് പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ചെറിയ ഐലൻഡ്സിന് ഉണ്ടായിട്ടുള്ള ദുരവസ്ഥ അനുഭവിക്കുന്നതിൽപ്പെട്ട ആളാണ് ഞാൻ. കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വെള്ളം കയറുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഞാൻ കിഴക്കും പടിഞ്ഞാറും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പോകാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അവിടെയൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, ഞാൻ അവിടെ പോയിട്ട് പല എക്സ്പെരിമെൻറ്റ്സും ചെയ്യും. അപ്പോൾ ഒരു 30% ലാൻഡ് ലിവബിൾ അല്ല. അപ്പം ഞാൻ ഇന്നലെ പോയിട്ട് പല വീടിൻ്റെ ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാരുടെ ഫോട്ടോസ്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. പിന്നെ എനിക്ക് വളരെ വളരെ പ്രചോദനം തോന്നിയ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ബേസിക്കലി നമ്മുടെ ഇഷ്യൂ സോൾവിങ് ഈസ് എ പൊളിറ്റിക്കൽ തിങ്. പൊളിറ്റിക്കലായിട്ടുള്ള പോളിസി ഫണ്ടിങ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ദാരിദ്ര്യം ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു ഡീഗ്രേഡിങ് എക്കോസിസ്റ്റത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് ചോയ്സ്. അവർക്ക് ഇൻകം ഉണ്ടാകുക, ഇൻകം സപ്ലിമെൻറ്റേഷൻ ഉണ്ടാകുക, അതുമൂലം അവർ ചൂഷണം ചെയ്യുന്ന വിഭവം ചൂഷണം ചെയ്യുന്നത് കുറയാം. ഇപ്പം ഞാൻ എൻ്റെ തോട്ടിൽ വല വീശിയിട്ട് ചെറിയ തിലാപ്പിയനെയും മറ്റു മത്സ്യങ്ങളെയൊക്കെ പിടിക്കുന്ന ആൾക്കാരോട് ഇതൊന്നും പിടിക്കരുത്, ഇത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കും ഭാവിയിൽ എന്നുള്ളത് ഫാക്റ്റാണെങ്കിലും അവരതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ ലൈവ്ലിഹുഡ് ഫിഷിങ് ഹി ഈസ് ഡൂയിങ്. അപ്പോൾ എങ്ങനെ ഞാൻ റീസെൻ്റായിട്ട് ഞാൻ ചൈനയിലൊരു UN മീറ്റിങ്ങിൽ സംസാരിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയായിരുന്നു, ജിയോ നൗ എന്ന് പറഞ്ഞിട്ട്. ചൈനക്കാരൻ പറഞ്ഞത് ഞങ്ങൾ സസ്റ്റൈനബിലിറ്റിയിലൊക്കെ വരുന്നതിന് മുമ്പ് ചെയ്ത കാര്യം ഞങ്ങളുടെ GDP ഉയർത്തുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ചൈന ഈസ് ബെറ്റർ ദാൻ US. ദർ ഇസ് നോ ഡൗട്ട് ചൈന ഈസ് ബെറ്റർ ദാൻ US, ഒരു സംശയമില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കഴിഞ്ഞ് 2025 ഞാൻ 2 തവണയായിട്ട് 2 months ഞാൻ അവിടെ സ്റ്റേ ചെയ്താണ് പല സ്ഥലങ്ങളിൽ. ബെറ്റർ ദാൻ US തന്നെയാണ്. പീപ്പിൾ ആർ ഹാപ്പി, എൻവയറമെൻ്റൽ ആൻഡ് എക്കോസിസ്റ്റംസ് ആർ പ്രിറ്റി ഗുഡ്, സിംപ്ലി ബിക്കോസ് അവരെ ആൾക്കാർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളും മറ്റ് സമ്പത്തും അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ബൈ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദി പബ്ലിക് മണി, റിസോഴ്സസ്, പ്രോപ്പർ പ്ലാനിങ്, എക്സിക്യൂഷൻ. ഈ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ CP ജോൺ സാറ് പറഞ്ഞതിൻ്റെ അകത്തും പോളിസി പരമായിട്ട് ദേ ഹാവ് ക്ലിയർ പ്ലാൻസ് ഹൗ ടു അലൊക്കേറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാനിങ് ഇത്രയൊക്കെ ഇടാന്നൊക്കെ പറയാം. എക്സ്പെൻഡിച്ചർ, ആക്ഷൻ ബേസ്ഡ്, ടാർഗറ്റിംഗ് ഫിഷർമെൻ കമ്മ്യൂണിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും വളരെ ബിഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവർ നടത്തിയത്. അത് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ വിഷനോടുകൂടി വന്നാൽ, ചെയ്യാൻ പറ്റിയാൽ കാര്യങ്ങളിലുള്ള മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് നമുക്ക് നോക്കാം. വളരെ വളരെ ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമി കരയോ കടലോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഭൂമി കരയാണോ കടലാണോ എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയുടെ 1/2 ഭാഗവും കടലാണ്. ഞാൻ അതിൻ്റെ അകത്ത് മെയിൻ ഓഷ്യൻസിൻ്റെ ഒക്കെ പടം ഇട്ടിട്ടുണ്ട്. പാസിഫിക് ഓഷ്യൻ ഓൾമോസ്റ്റ് 50% ഭൂമിനെ കവർ ചെയ്യുന്നത് പാസിഫിക് സമുദ്രമാണ്. അതിൻ്റെ അപ്പുറത്ത് അറ്റ്ലാന്റിക് ഉണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ ആർട്ടിക് ഓഷ്യൻ ഉണ്ട്, അന്റാർട്ടിക്ക കോണ്ടിനെൻറ്റിനെ ചുറ്റിയായിട്ട് സദൻ ഓഷ്യൻ ഉണ്ട്. ബിഗാണ്. പല സ്ഥലത്തും പോയിട്ടുണ്ട് ഇതിനകത്ത്, ഓൾമോസ്റ്റ് എല്ലാ ഓഷ്യനിലും പോയിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മളുടെ ഭൂമി കടൽ, ഇറ്റ് ഈസ് പ്ലാനറ്റ് എർത്ത് അല്ല, പ്ലാനറ്റ് ഓഷ്യൻ ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ദാറ്റ് ഇറ്റ് സെൽഫ് അണ്ടർലൈൻസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഓഷ്യൻ. അപ്പോൾ ഭൂമി
കരയല്ല, കൂടുതലും കടലാണ്. ഇറ്റ് ഈസ് പ്ലാനറ്റ് ഓഷ്യൻ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പം ഇല്ലെങ്കിൽ വേറൊരു ചോദ്യം, നമ്മൾ വെറുതെ കരയിലാണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ചോദ്യം, കടലിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ്. അപ്പം അതിൻ്റെ അകത്ത് കടൽ ഇത്രയും വെള്ളം ഇല്ലെങ്കിൽ, ഭൂമിയിൽ ഇത്രയും 2/3 കടലില്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലും ജീവൻ സാധ്യമല്ല. ഫ്ലോയിങ് വാട്ടറാണ് ഭൂമിയിൽ ജീവൻ സാധ്യമാക്കുന്നത്. ഫ്ലോയിങ്. ഇപ്പോൾ സൂര്യൻ്റെ കുറച്ച് അടുത്തുള്ള സ്ഥലത്ത് വെള്ളം ഐസായിരിക്കും, അടുത്തോട്ടാണെങ്കിൽ ആവിയായി പോയിട്ടുണ്ടാവും. കുറച്ചും കൂടി അകന്നാണെങ്കിൽ വെള്ളമൊക്കെ ഫ്രോസൺ ആയിരിക്കും. നമ്മൾ കറക്റ്റ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമുദ്രത്തിൽ കൂടി. അത് ഈ ചൂട് ഇവിടുന്ന് കൊണ്ടുപോകുന്നു, ഒരുപാട് ചൂട് ആഗിരണം ചെയ്യുന്നു, വിത്തൗട്ട് മച്ച് ചേഞ്ച്. അപ്പം നമ്മൾക്കൊരു ആവാസ വ്യവസ്ഥ, ജീവിക്കാൻ പറ്റുന്ന ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഈ കടലുള്ളത് കൊണ്ട് മാത്രമാണ്. സോ ഫസ്റ്റ് തിങ്, വി ആർ താങ്ക്ഫുൾ ഫോർ അവർ എക്സിസ്റ്റൻസ്. വി ആർ താങ്ക്ഫുൾ ടു ഓഷ്യൻസ് ഫോർ അവർ എക്സിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവൻ്റെ നിലനിൽപ്പിന് നമുക്ക് അത്യാവശ്യമാണ് അനുയോജ്യമായ കാലാവസ്ഥ. നമ്മുടെ മൺസൂൺ ഉണ്ടാകുന്നത് കടലും കരയും തമ്മിലുള്ള ഡിഫറൻഷ്യൽ ഹീറ്റിങ്ങിലാണ്. കര പെട്ടെന്ന് ചൂട് പിടിക്കും. അപ്പോൾ സമ്മറിൽ വരുമ്പോഴേക്കും കര ചൂടായി കിടക്കുകയാണ്, എയർ മേളിലേക്ക് പോകും, ഹോട്ട് എയർ. അവിടെ നിന്ന് നീരാവി സമൃദ്ധമായിട്ടുള്ള കടലിൻ്റെ മേളിലുള്ള തണുത്ത വായു ഇങ്ങോട്ട് വരും. നമുക്ക് വലിയ മൗണ്ടൻ റേഞ്ച് ഉണ്ട്, വെസ്റ്റേൺ ഗാട്സ് ഉണ്ട്, തടുത്ത് നിർത്തും, മഴ പെയ്യും. ഇന്ത്യ ബേസിക്കലി അഗ്രികൾച്ചർ കൺട്രിയാണ്. മൺസൂണാണ് ഇന്ത്യയുടെ എക്കണോമീനെ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം. മൺസൂൺ ഗുഡാണെന്ന് പറഞ്ഞാൽ, പ്രഡിക്ഷൻ ഗുഡാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ്സ് അപ്പാണ്, എക്കണോമി അപ്പാണ്, എവറിത്തിങ് ഈസ് അപ്പ്. അപ്പോൾ ഇതുണ്ടാകുന്നത് ബേസിക്കലി കരയും കടലും തമ്മിലുള്ള ഡിഫറൻഷ്യൽ ഹീറ്റിങ്ങിലാണ്. പിന്നെ ഭക്ഷ്യസുരക്ഷിത, നമ്മൾ എന്തുമാത്രം ഭക്ഷണമാണ് കടലിൽ നിന്ന്. ആദ്യം തന്നെ ഉപ്പില്ലാതെ എനിക്ക് കൊണ്ട് ആരും ഒരു ദിവസം കഴിയാതിരിക്കുന്നുണ്ട്. മീൻ, പെട്രോളിയം, ഗ്യാസ്, മിനറൽസ്, സോ മെനി തിങ്സ്. അപ്പം നമ്മുടെ ഭക്ഷ്യസുരക്ഷിതത്വത്തിന് എന്ന് പറയുന്നത് മത്സ്യം തന്നെയാണ്. പക്ഷെ നമുക്കുള്ള ഏറ്റവും വലിയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷനെ കൂടി. ഇപ്പോൾ സക്രിയ സാർ പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോൾ മീൻ എല്ലാ തട്ടിലും മീനിരിക്കുന്നുണ്ട്, മീൻ വരുന്നുണ്ട്, മീനിൻ്റെ ലഭ്യതയിൽ കുറവ് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ മുമ്പ് 100 ബോട്ടുകൾ പോയിട്ട് അത്രയും മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1000-ഓ 10,000-ഓ ബോട്ട് പോയിട്ടാണ് ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ക്യാച്ച് പെർ യൂണിറ്റ് എഫേർട്ട് എന്ന് പറയും. ഒരു വഞ്ചിക്കാരൻ ഇല്ലെങ്കിൽ ഒരാളുടെ പണിക്ക് അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഒരുപാട് ആൾക്കാർ പോകുന്നു, ബിക്കോസ് നോ അതർ ഗോ. കടൽ അത്ര വലുതാണ്, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പോകുന്നു. ഇടയ്ക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടാതെ ഇരിക്കും. പക്ഷേ ലോകത്തിലുള്ള എല്ലാ ക്യാപ്ചർ ഫിഷറീസ് എന്ന് പറയും, മത്സ്യബന്ധനം നടത്തുന്ന സ്ഥലങ്ങളുണ്ട് മെയിനായിട്ട്, അവിടെയൊക്കെ ഡിക്ലൈനാണ്, എല്ലായിടത്തും ഡിക്ലൈനാണ്. ബിക്കോസ് ഓഫ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. പിന്നെ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥ, ബ്ലൂ എക്കണോമി ഇസ് ബിഗ്. അല്ലാതെ തന്നെ ഇപ്പോൾ പറഞ്ഞ എത്രയോ 10-60,000 കോടി രൂപയാണ് ഫിഷ് എക്സ്പോർട്ട്. നിങ്ങൾക്ക് MPDയുടെ സൈറ്റിൽ പോയി നോക്കാം. US-ലിട്ട് സ്വല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ബട്ട് ആക്ച്വലി ഞാൻ റീസെൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് US-ലിട്ട് ഈ ബാൻ വരുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് മുഴുവൻ അവർ അതിനുള്ളിൽ തന്നെ മിക്കവാറുമൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യിച്ചു. സോ ആക്ച്വലി ദർ വാസ് ആൻ ഇൻക്രീസ് ഇൻ ദി എക്സ്പോർട്ട്. പക്ഷേ അടുത്ത വർഷമൊക്കെ ചിലപ്പോൾ കുറയായിരിക്കും. ബട്ട് വി ആർ എക്സ്പ്ലോറിങ്. ഡൊമസ്റ്റിക് കൺസംഷൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് കൺസംഷൻ ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊന്നും, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചെമ്മീൻ പിടിക്കുന്നൊന്നും കമ്പനിയിലൊക്കെ ലോണ്, നാട്ടിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ തന്നെ വിൽക്കും. നോ മിഡിൽമാൻ, നോ ബഡി, പീപ്പിൾ ആർ ബൈയിങ് ഇറ്റ് മോസ്റ്റ്ലി. വലുതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോയിരിക്കും, ഞണ്ടൊക്കെ വലുതുണ്ടെങ്കിൽ ചിലപ്പോൾ സിംഗപ്പൂരിലൊക്കെ ഒക്കെ എയർ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. ബട്ട് മോസ്റ്റ് തിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിലെ നമ്പർ 1 പോപ്പുലേറ്റഡ് കൺട്രിയാണ്. സോ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ മാത്രം ഡ്രൈവ് ചെയ്താൽ, നമ്മുടെ രാജ്യത്തിലെ ആൾക്കാർക്ക് മാത്രം അട്രാക്റ്റീവായിട്ടുള്ള നിലവാരത്തിൽ സെല്ല് ചെയ്യാൻ പറ്റിയാൽ മാത്രം നമുക്ക് ഒരു പ്രശ്നമുള്ള ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ഹൗ വി ഡു ഇറ്റ്, ഹൗ വാല്യൂ അഡീഷൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. പിന്നെ നമ്മൾ കിട്ടുന്ന സാധനങ്ങൾ, ഉപ്പുണ്ട്, മത്സ്യമുണ്ട്, ഓയിലുണ്ട്, ഗ്യാസുണ്ട്, മിനറൽസ്, ടൂറിസം, ചരക്ക് ഗതാഗതം, ഇതൊക്കെ കടലിനെ ബേസ് ചെയ്തിട്ടാണ്. കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ കടൽ, ഈ എല്ലാ സാധനങ്ങളും. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ, കടലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇമ്മൻസ് ആണ്. നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ. നമുക്ക് എങ്ങനെ അറിയാം എത്ര ഷിപ്പായി കൂടി പോകുന്നുണ്ടെന്ന്? സോ മെനി ഷിപ്സ്. ലോകത്തിലെ ട്രാൻസ്പോർട്ട് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് സീ കോമേഴ്സ് ആണ്. ബിക്കോസ് സീ ഈസ് സോ ബിഗ്.
സീ സോ ബിഗ്. നിങ്ങൾ ഒരു മദർഷിപ്പിൻ്റെ അകത്ത് ഒരു 6000 കാർ വരെ കയറ്റാം. 6000 കാറ് ഒരു മദർഷിപ്പിൻ്റെ അകത്ത് കണ്ടെയ്നറുകൾ സോ മച്ച്. സോ അത്രമാത്രം ബൾക്ക് ട്രാൻസ്പോർട്ട് വിത്ത് മിനിമം ക്രൗഡിങ്, മിനിമം ഇൻ്റർഫറൻസ്, മിനിമം പൊല്യൂഷൻ. അടുത്തതിലേക്ക് പോകാം. സമുദ്ര വിഭവങ്ങൾ ചൂഷണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മത്സ്യസമ്പത്തിൻ്റെ ശോഷണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാഷ് പെർ യൂണിറ്റ് എഫേർട്ട്, പെർ ഹെഡ് എഫർട്ടിന് നമുക്ക് കിട്ടുന്ന സാധനം കുറവാണ്. ലോകത്തിലെ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഇപ്പോൾ എന്താ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട സംവിധാനമുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു 1000 കിലോ പിടിക്കാം, ഇന്ന ഫിഷർമാൻ 1000 കിലോ പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യത്തെ ദിവസം 500 കിലോ കിട്ടി, പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 200 കിലോ കിട്ടി, പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു 300 കിലോ കൂടി കിട്ടിയാൽ പരിപാടിയായിരുന്നു. പിന്നെ അയാൾക്ക് ആ ഒരു കൊല്ലം മീൻ പിടിക്കാൻ പറ്റില്ല. അവിടുത്തെ സ്റ്റോക്കിനെ അവർ അസസ് ചെയ്തിട്ട് അവിടെ നിന്ന് പിടിക്കാവുന്ന സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് ഇല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ബോട്ടിന് ഇത്ര പിടിക്കാം എന്നുള്ള കോട്ട ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോട്ടയുടെ അപ്പുറത്തോട്ട് നോ വേ. ചിലപ്പോൾ ആദ്യത്തെ 8 മാസം ഒന്നും കിട്ടിയില്ലെന്നിരിക്കും, പിന്നത്തെ 2 മാസം ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഓവർ ഫിഷിങ് ഉണ്ടാവില്ല, റിസോഴ്സ് സസ്റ്റൈനബിളായിട്ട് നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. എസ്പെഷ്യലി ചെറിയ കുഞ്ഞുങ്ങളൊന്നും പിടിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് ആൾട്ടർനേറ്റ് ലൈവ്ലിഹുഡ് മീൻസ് വേണം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി, ബിക്കോസ് നമ്മളുടെ നാടിൻ്റെ അത്രയും ജൈവ വൈവിധ്യവും മത്സ്യസമ്പത്തും മറ്റ് ജൈവ സമ്പത്തുള്ള ഒരു രാജ്യവുമില്ല. ബിക്കോസ് വി ആർ ട്രോപ്പിക്കൽ. ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ളത്. ബിക്കോസ് നമ്മളൊക്കെ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് സൺലൈറ്റിൻ്റെ എനർജിയുടെ റിഫ്ലക്ഷനാണ്. സൺലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ജീവനുള്ളത്. ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ ഒരുപാട് സൺലൈറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് ലൈഫുണ്ട്. അപ്പോൾ അടുത്തത് ജൈവവിദ്യങ്ങൾ ശോഷണം എന്നൊക്കെ അറിയാം, സാറ് പറഞ്ഞായിരുന്നു. ഒരുപാട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളിവിടെയൊക്കെ പല സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മേജർ പോർട്ട്, മേജർ എക്സ്പ്ലോറേഷൻ, ഓയിൽ, ഡ്രില്ലിങ്, മറ്റ് സംഭവങ്ങൾ, ഇതൊക്കെ വരുമ്പോഴേക്കും അവിടുത്തെ ജീവികൾ ഡിസ്പ്ലേസ്ഡ് ആകുകയാണ്. ജീവികൾക്ക് പറയാനൊന്നുമില്ല. ജീവികൾ അറ്റ് ദി മേഴ്സി ഓഫ് വാട്ട് യു ഡു, അതാണ് സംഭവിക്കുന്നത്. ജീവികൾക്ക് തിരിച്ചു പറയാനുള്ളൊരു ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും എവറി ഫോം ഓഫ് ലൈഫ് ഈസ് കണക്റ്റഡ് ഇൻ ദി ഫുഡ് ചെയിൻ. ഈ ഫുഡ് ചെയിനിൽ ഞാനും മത്തിയും കണക്റ്റഡാണ്. മത്തി പിടിച്ച് തിന്നുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺ ഞാനുമായിട്ട് കണക്റ്റഡാണ്. ബിക്കോസ് ഫൈറ്റോ പ്ലാങ്ക്ടൺ തിന്നാലേ മത്തി വളരുള്ളൂ. ആ മത്തിനെ ഞാൻ പിടിച്ച് തിന്നും, അല്ലെങ്കിൽ മത്തിനെ തിന്നുന്ന മറ്റു മത്സ്യങ്ങൾ തിന്നും. ദിസ് ഇസ് എ ഫാക്ട്. വേറൊരു അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രകൃതിയിലേക്ക് എന്തൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യുന്നുവോ അതെല്ലാം അതിൻ്റെ ഒരു 10x ഫാക്ടർ, അറ്റ്ലീസ്റ്റ് 10x ഫാക്ടർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ബിക്കോസ് നിങ്ങൾ വെറും ഒരു പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ആ ഭാഗത്തിലേക്ക് വളരെ നെഗറ്റീവായ രീതിയിൽ ഇത് തിരിച്ചു വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. സോ ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്. പ്രകൃതിക്ക് എന്നോട് ഒരു മാതൃഭൂമിയിൽ ഒരു ഇൻ്റർവ്യൂ വീട്ടിൽ വന്ന് നടത്തിയാൽ നമ്മളിവിടെ ഉണ്ടാകുന്ന വലിയ നിർബന്ധമൊന്നുമില്ല. മനുഷ്യനില്ലെങ്കിലും പ്രകൃതി മനുഷ്യനില്ലാതെ ഈസി ആയിട്ട് ഇവിടെ ജീവിച്ചു. ഇവിടെ ദിനോസാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, വലിയ ജീവിയായിരുന്നു. ഇവിടെ വേറെ പല വലിയ ജീവികളുണ്ടായിരുന്നു, വന്നു പോയി. അവരൊന്നും ഇല്ലെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യനിവിടെ ഇല്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കില്ല. പക്ഷെ മനുഷ്യൻ ഒരു ഇൻ്റലിജൻറ്റ് ആയതുകൊണ്ട്, ഐ വിൽ ഫിനിഷ് ഇറ്റ് ഇൻ 2 more slides. അപ്പോൾ തീരദേശത്തുള്ള അനിയന്ത്രിത ഖനനമാണ് നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട് വീണ്ടും. എന്ത് വേണമെങ്കിലും വാരാം എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആണ്. ബിക്കോസ് ഒരുപാട് ഇൻ്റർ കണക്റ്റഡ്നെസ് ഉള്ള ഒരു സാധനമായതുകൊണ്ട് മെയിൻലി ഒരു റഷ് ഫോർ മിനറൽസ് ഉണ്ട് ലോകവ്യാപകമായിട്ട്. എന്ന് വെച്ചാൽ ഉള്ള സാധനമൊക്കെ നമ്മളെടുത്ത് കരയിലുള്ളതൊക്കെ എടുത്ത് ഉപയോഗിച്ച് പല ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ അകത്തിരിക്കുകയാണ്. ഇനി കടലിലുള്ളതേ ഉള്ളൂ. പക്ഷെ കടലിലുള്ളത് പോയിട്ട് അനിയന്ത്രിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ജസ്റ്റ് ബി ഇൻ ട്രബിൾ. അതാണ് കടലിൽ നിന്നുള്ള ധാതുക്കളുടെ ഖനനം. നെക്സ്റ്റ് സ്ലൈഡ് കഴിഞ്ഞെന്നാണ്. തീർച്ചയായും സാമുദായത്തിൻ്റെ വ്യാവസായികവൽക്കരണം സാധ്യമാണ്. ചരക്ക് ഗതാഗതം, എണ്ണ, ഇതൊക്കെ വ്യാവസായവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബ്ലൂ എക്കണോമി ഈസ് എ ന്യൂ ടേം നമ്മൾക്കുള്ളത്. അതിൻ്റെ പാർട്ടായിട്ടും വലിയ മേജർ പ്രോജക്റ്റാണ് എൻവിസേജ് ചെയ്തിട്ടുള്ളത്. എക്കണോമിക്കലി മേ ബി ഇന്ത്യ ഒരു 10,000 കോടിയോ 10,000 കോടി 50,000 കോടിയൊക്കെ ചിലപ്പോൾ അടുത്ത 2 വർഷത്തിൽ ചിലപ്പോൾ ബ്ലൂ എക്കണോമി കൂടി നേടുമെങ്കിലും വാട്ട് വിൽ ബി അവർ സ്റ്റാറ്റസ് ആഫ്റ്റർ 10 years or 20 years എന്നുള്ളത് വലിയ ക്വസ്റ്റ്യനാണ്. അവിടെ നമ്മൾ ലൂസ് ചെയ്യും. ഒരു സ്ലൈഡ്. ഇത് അനിയന്ത്രിതമായ സമുദ്ര വ്യാവസായികവൽക്കരണം മലിനീകരണത്തിലേക്ക് നയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. തീർച്ചയായിട്ടും എല്ലാ അത്യാഗ്രഹങ്ങളും നാശത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഗ്രീഡ് വിൽ നെവർ സസ്റ്റെയിൻ. ഗ്രീഡ് വിൽ ക്രാഷ് ബൈ ഇറ്റ്സ് ഓൺ.
ടെമ്പററി ആയിട്ട് നിങ്ങൾ നേട്ടം ഉണ്ടാക്കും, ലോങ് റണ്ണിൽ നിങ്ങൾ നാശത്തിലായിരിക്കും, ലോസ് ആയിരിക്കും. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വാട്ട് വി ആർ വിറ്റ്നസിങ്. നെക്സ്റ്റ് ഐ തിങ്ക് ഇത് വായിച്ചാൽ മതി. എണ്ണപ്പാടകൾ എന്ന് വെച്ചാൽ കടലിൽ ഏറ്റവും വലിയ മലിനീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പൊല്യൂഷനാണ്. മറൈൻ ലിറ്റർ പ്ലാസ്റ്റിക് അതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു ഇഷ്യൂ ആണ്. കടലിൽ ഓസ്ട്രേലിയനേക്കാളും വലിയ പാച്ചസ് ഉണ്ട് കടലിൽ പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ട്, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമുള്ള പ്രത്യാഘാതങ്ങളുണ്ട്, വിഭവ ചൂഷണങ്ങൾ, എസ്പെഷ്യലി മത്സ്യം നമുക്ക് സസ്റ്റൈനബിൾ അല്ല. പിന്നെ കപ്പൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സോ മെനി ടൺസ് ഓഫ് മെറ്റീരിയൽ ബീയിങ് ഡംപ്ഡ് ഇൻ ടു ദി സീ വിച്ച് ഈസ് കമ്മിങ് ബാക്ക് ടു അസ് ത്രൂ ഫുഡ് ചെയിൻ. അത് മൈക്രോ പ്ലാസ്റ്റിക് ആകാം, അല്ലാത്തതാകാം, കെമിക്കലാകാം. കഴിഞ്ഞെന്ന് തോന്നുന്നു, ലാസ്റ്റാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ, ചെറുദ്വീപുകളിലെ നിവാസികൾ. അപ്പോൾ നമുക്ക് വളരെ കീ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കടൽ കോൺക്ലേവിന് എല്ലാവിധ ആശംസകളും നേടുന്നു. ഇറ്റ്സ് എ വെരി ടൈംലി ഈ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. ആ പ്ലാറ്റ്ഫോമിൽ വളരെ പക്കയായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം, സെൻറ്റേഴ്സ് ഓഫ് പവറിനെ അഡ്രസ്സ് ചെയ്യണം. ദെൻ വി ഹോപ്പ് വി വിൽ ഹാവ് പോളിസീസ് ആൻഡ് ഫണ്ടിങ് for better living along the coastal belt and the healthy ocean. Thank you.